ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. വെള്ളിയാഴ്ചയാണ് പോളിംഗ്. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്, പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും, നാളെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കും. ഈ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നതും. എത്രത്തോളമായി അവസാനഘട്ട പ്രചാരണം, പരസ്യ പ്രചാരണം, കൊട്ടിക്കലാശമൊക്കെ ഏത് രീതിയിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നത്? വിനീത, പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. വൈകിട്ട് 6 മണിവരെയാണ് പരസ്യപ്രചരണത്തിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. റോഡ് ഷോകളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് റാലികളുമായി അവസാന ഘട്ട ഒരു പര്യടനം, അതുപോലെ തന്നെ പ്രചരണം, അതാണ് ഈ 102 മണ്ഡലങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളും പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് ശേഷം പരസ്യപ്രചരണത്തിന് അനുമതിയില്ല. പിന്നീട് നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസം, അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് വെള്ളിയാഴ്ച ജനവിധി എഴുതുന്നത്. ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം നീണ്ട ഒരു നാടും നഗരവും ഇളക്കിമറിച്ചുള്ള ഒരു പ്രചരണത്തിനാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി സമാപനമാകുന്നത്. കേരളത്തിലേതുപോലെ അത്രയും വലിയ ആൾക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം സാധാരണഗതിയിൽ പലയിടങ്ങളിലും ഉണ്ടാകാറില്ല. പക്ഷേ തമിഴ്നാട്ടിലും ഏറ്റവും വിപുലമായ നിലയിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പരസ്യപ്രചരണം വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നത് തമിഴ്നാട്ടിലാണ്. മറ്റിടങ്ങളിൽ അത്ര വലിയ ആൾക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇതുവരെ വന്നിട്ടുമില്ല. ഏതായാലും മുന്നണികളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. BJP ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ അത് വോട്ടായി മാറുമെന്നും തുടർഭരണം ഉറപ്പാണെന്നും വിശ്വസിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം പ്രചരണ രംഗത്ത് സജീവമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ NDA ക്യാമ്പിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യപ്രകടനത്തിന്റെ വേദിയായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മാറിയത് തമിഴ്നാട്ടിലാണ്. മറ്റിടങ്ങളിൽ അത്രയും ശക്തമായ ഒരു ഐക്യം പ്രകടമാകുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായില്ല. ഉത്തർപ്രദേശിൽ പോലും ഇന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ഒരുമിച്ചൊരു വേദി പങ്കിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഒരുമിച്ചൊരു വോട്ടഭ്യർത്ഥന നടത്തിയത്. പക്ഷേ അപ്പോഴും BJP പലതരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പ്രതിപക്ഷത്തെ വലിച്ചിഴക്കാൻ നോക്കുമ്പോൾ ആ വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത അത് പ്രതിപക്ഷം കാണിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് പ്രചരണം അവസാനിക്കുകയും ചെയ്യും. എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്നും ഈ പോളിംഗ് ഉപകരണങ്ങളൊക്കെ തന്നെ ദൂരസ്ഥലങ്ങളിലേക്കുള്ള വിതരണം അതൊക്കെ തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 102 മണ്ഡലങ്ങളിലായി 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. വെറും 8% സ്ഥാനാർത്ഥികൾ മാത്രമാണ് വനിതകളായി ഉള്ളത്. ശരി, ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് രാജ്യം. ആദ്യഘട്ട വോട്ടെടുപ്പാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്.